ഞാനൊരു ഡൈനാമൈറ്റ് മന്തിയാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഡൈനാമൈറ്റ് സോസ് വെച്ചിട്ട് പല സംഭവങ്ങളും ഉണ്ടാക്കുന്നില്ലേ. അപ്പോൾ അത് ആർക്കും അധികം അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കലില്ല. എല്ലാവരും ഏറ്റവും കൂടുതൽ നമ്മൾ മോമോസ് ആയാലും ഡൈനാമൈറ്റ് മോമോസ് അല്ലേ ഇഷ്ടപ്പെടുന്നത്. അതേപോലെ തന്നെ ഡൈനാമൈറ്റ് ചിക്കൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുമെന്ന് പറയുന്നത് അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു ഡൈനാമൈറ്റ് മന്തിയും. പേര് കേൾക്കുന്ന പോലെ ഒന്നുമല്ല, നല്ല ഈസിയാണ് അവ ഉണ്ടാക്കാൻ. ഭയങ്കര ടേസ്റ്റാണ്. 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്. അത്രക്കും ടേസ്റ്റാണ്. ഒരിക്കലും നിങ്ങൾ ഈ ഒരു ടൈപ്പിൽ ഉണ്ടാക്കിയിട്ട് നോക്ക്. വലിയ പണിയോ അധികം ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പി നോക്കാം. ഈ ഒരു മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് സാധാരണ നമ്മളെ കാശ്മീരി ചില്ലി ഇല്ലേ, അതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 10-12 എണ്ണോളം എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന മുളകിൻ്റെ സൈസിനനുസരിച്ചിട്ട് അതിൽ മാറ്റം വരും. ചെറുത് എടുക്കുന്നുണ്ടെങ്കിൽ 2 അധികം എടുത്തോ, നല്ലോണം വലുതുണ്ടെങ്കിൽ 2 കുറച്ചിട്ട് എടുത്താലും മതി. ഇനി ഒരു മുളകിന് കുറച്ച് നല്ല ചൂടുവെള്ളം ഉണ്ടാകുന്നില്ലേ, അത് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റിയേക്കുക. എന്നിട്ടായിട്ട് മിക്സിൻ്റെ ചെറിയൊരു ജാറിലിട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുത്താൽ മതി. അരക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കുക, നല്ലോണം അരച്ചെടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. അപ്പോൾ ഈ ഒരു വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നിങ്ങൾ ടിഫിൻ ബോക്സിലാണ് ഈ ഒരു സംഭവം റെഡിയാക്കുന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഈ ഒരു മുളക് അരച്ച് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാവും. ഇനി ഞാൻ ചിക്കൻ്റെ അളവ് കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ നിങ്ങൾ ഒരു 3/4 കിലോ അരിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ചിക്കൻ എടുക്കുക. ഒരു ചിക്കന് 9 പീസാക്കിയിട്ട് കട്ടാക്കിയാൽ മതി. ചിക്കനെ നമുക്ക് മാരിനേറ്റ് ആക്കിയിട്ട് എടുക്കുക. അധിക സംഭവങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഫസ്റ്റ് ഞാനിവിടെ സോസ് ഒഴിച്ച് കൊടുത്തിന്. സോസ് തീരാനായിട്ടുണ്ടായിരുന്നു, അത് ഫുള്ള് തട്ടിക്കൊട്ടി ഇട്ട് കൊടുത്തിന്. അപ്പോൾ ടോട്ടൽ ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിന്. അതുപോലെ തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടായ ഒരു മുളകില്ലേ, അതിൻ്റെ ഒരു പാതിയോളം ഇട്ട് കൊടുത്തിന്. ഇനി അതിലേക്ക് കണക്കിന് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ നമുക്ക് മനസ്സിലായത് മുളപ്പൊടി ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റിയേക്കാം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ റൈസ് ഞാൻ നെയ്യിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കുക, അങ്ങനെയാകുമ്പോൾ ആണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാവും. ഇതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക, ബേ ലീഫ് അത്രയും ഇട്ട് കൊടുക്കുക. ഇനി ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളീൻ്റെ ഒന്നിച്ചിട്ട് ഞാൻ ക്യാപ്സിക്കം കൂടി എടുത്തിട്ടുണ്ടായിന്. ഇടണോ ഇടണ്ടോ രണ്ടൊരു മനസ്സിലാകുന്നുണ്ടായത്. ആദ്യം ഞാൻ വിചാരിച്ച തക്കാളി മാത്രം ഇടാം, മുറിച്ച് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ വിചാരിച്ച തക്കാളി മാത്രം ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന്. പിന്നെ എനിക്കൊരു ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് നമുക്ക് നല്ലതായിട്ട് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതുണ്ടായിന്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം നിങ്ങൾ എന്തായാലും ഇട്ട് കൊടുക്കണ്ടാവേ. സാധാരണ നമ്മൾ ഡൈനാമിക് ചിക്കൻ മന്തി ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റല്ല കിട്ടുന്നത്, കുറച്ചൊരു അത്ര ഇഷ്ടപ്പെടാത്ത ടേസ്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക, ക്യാപ്സിക്കം ഇടാതെ വെറും തക്കാളി മാത്രം ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ 3/4 കിലോ റൈസിലും അതുപോലെ തന്നെ ഒരു ചിക്കനിലും നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 3 തക്കാളി എടുത്താൽ മതി. അതും എന്താ പറയണ്ട, മീഡിയം സൈസിലുള്ള തക്കാളി. വലിയ തക്കാളിയെങ്കിൽ 2 മാത്രം ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. തക്കാളിയെല്ലാം നല്ല ഉടഞ്ഞ് വെന്ത് വരുന്ന സമയത്തിലേക്ക് 3 മാഗി ക്യൂബ്സ്, ഒരു പാക്കറ്റിൽ 2 ക്യൂബ്സ് അല്ലേ ഉള്ളത്. അപ്പോൾ അതും വേറൊരു പാക്കറ്റിന് 1 ക്യൂബും കൂടി ഇട്ട് കൊടുക്കുക. ടോട്ടൽ 3 ക്യൂബ്. അപ്പോൾ അത് 3 ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. 3/4 ടീസ്പൂണ് മുളകുപൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല ഇത്ര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ടായിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായ അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സെല്ലാൻ്റെ ഗോൾഡാണ് എടുത്തിട്ടുള്ളത്. അരി നല്ലോണം ക്ലീൻ ആക്കിയിട്ട് 1 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിന്. എന്നിട്ടായിട്ട് അരിപ്പയിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് പോയി കഴിഞ്ഞിട്ടായിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് എന്താക്കണം, നല്ലോണം തന്നെ നൽകി കൊടുക്കണം. എന്നിട്ടായിട്ട് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ അരി റെഡിയാകുന്നൊരു സമയം കൊണ്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അതിൻ്റെ ഇടയിൽ ആദ്യം ചെറുതായിട്ട് വന്ന് ചോറാക്കിയത് കൊണ്ട് ചെറിയൊരു കാര്യം മറന്നു പോയിട്ടുണ്ടായിന്. നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടായ ഈ ഒരു അരപ്പില്ലേ, അതിൽ നിന്ന് 2-3 ടീസ്പൂണ് ഈ ഒരു ചോറിലേക്ക് ഇട്ട് കൊടുക്കണവേ. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. ഈ ഒരു ടേസ്റ്റാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തക്കാളിയും പിന്നെ അതിൻ്റെ ഒന്നിച്ചിട്ട് കുറച്ച് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ ഈ ഒരു അരച്ച അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കുക. എനിക്ക് മറന്നുപോയതാണ്. ആദ്യം ചെറുതായിട്ടൊന്ന് ചൊറാക്കിയതുകൊണ്ട് പിന്നെ എനിക്കത് വിട്ടുപോയി. ഞാൻ പെട്ടെന്ന് അരി ഇട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കി,
പിന്നെ അരിയിലേക്ക് നമുക്കിത് ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പച്ച മണം പോയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട്, അതല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആ ഒരു അരച്ച മുളയില്ലേ അത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണം മാറിയിട്ട് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ഒരു നിർബന്ധമില്ല ഇതിലേക്ക് മല്ലിച്ചപ്പോ അതുപോലെ തന്നെ പുതിനയോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അത് ഞാനിവിടെ ഉണ്ടതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്തിന്. അപ്പോൾ അങ്ങനെ അത് ഞാൻ ഡയറക്റ്റ് ചോറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് വെച്ചിന്. ഇനി നമുക്ക് അതിലേക്ക് ചൂടുവെള്ളമാണ് ആവശ്യമുള്ളത്. സാധാരണ പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാളും നല്ലത് ചൂടുവെള്ളം ഒഴിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതവിടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിന്. ആ ഒരു സമയം കൊണ്ട് നമ്മളെ ചിക്കൻ ഒരു ബാച്ച് ഇവിടെ റെഡി ആയിട്ട് വന്നിന്. ഇനി അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. പിന്നെ നമ്മൾ റൈസിലേക്കില്ലേ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കണ്ടാവുക. അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി നോക്കാം. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നതും പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നതും എനിക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റിൽ ഡിഫറെൻറ്റ് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് തന്നെയാണ്. അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തിന്. ഇനി ഈ ഒരു സമയത്ത് ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ നോക്കണം, ചില മാഗി ക്യൂബിന് നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അധികം ഉപ്പിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ഡ്രൈഡ് ലെമൺ ഇല്ല അത് ഇട്ട് കൊടുത്തിന്. ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുത്തിന്. ഇനി നമുക്ക് ഒരു പാതി ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല വെള്ളമുള്ള ചെറുനാരങ്ങയെങ്കിൽ പാതി ഇട്ട് കൊടുത്താലും മതി. ഇത് അത്ര വെള്ളം ഉണ്ടായിട്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ചെറുനാരങ്ങ ഫുള്ള് ഇട്ട് കൊടുത്തിന്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ടായിട്ട് ചെറുതായിട്ടൊന്ന് തള വരുന്ന സമയത്ത് നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ റൈസെല്ലാം നല്ലോണം കുക്കായിട്ട് റെഡി ആയിട്ട് വരും. ഇനി നമുക്ക് ദം ചെയ്യാനാണുള്ളത്. ഇനി ഈ ഒരു റൈസിലേക്ക് ചാർക്കോളിൻ്റെ ഒരു ആവശ്യമില്ല. ചാർക്കോള ഇതുപോലെ കത്തിച്ച് വെക്കണം എന്നൊന്നുമില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ എനിക്ക് ഈ ഒരു സ്മെല്ല് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനൊന്ന് കുറച്ചൊന്ന് സാധാരണ നമ്മളെ ചിരട്ട കത്തിച്ചതല്ലേ അതിങ്ങനെ ഇട്ടിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് വെച്ചെന്ന് മാത്രം, ഒരു നിർബന്ധമില്ല. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ആക്കിയിട്ടുണ്ട ചിക്കനില്ല അത് ഈ ഒരു റൈസിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ദം ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത്ര തന്നെയാണ് സംഭവം, വലിയ പണിയൊന്നുമില്ല. ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാം. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് വരെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് എന്തായാലും ഇഷ്ടമാവും. 100% ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. അത്രക്കും ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു രീതിയിലേ ഉണ്ടാക്കൂ. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ളത് സോസാണ്. അപ്പം ഞാൻ ഇപ്പോൾ മുട്ട വെച്ചിട്ടുണ്ടാക്കുന്ന മയോണൈസ് ഉണ്ടാക്കൽ നിർത്തിയിട്ടുണ്ട്. പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കൽ. അപ്പോൾ മുട്ട വെച്ചിട്ട് നമ്മൾ മയോണൈസ് ഉണ്ടാക്കുമല്ലോ, മുട്ടയ്ക്ക് പകരമായിട്ട് പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാലും അതുപോലെ തന്നെ ഓയിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ മതി. വേറൊന്നുമില്ല, വേറെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക്, ഉപ്പ് അത്ര മാത്രം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സിയിൽ നല്ലോണം അടിച്ചെടുത്താൽ മതി. പിന്നെ ഇതിന് ഡൈനാമൈറ്റ് സോസ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കെച്ചപ്പും അതുപോലെ തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ആ ഒരു മുളകില്ലേ അതിന് 1 സ്പൂൺ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മളെ ഡൈനാമൈറ്റ് സോസും കൂടി റെഡി ആയിട്ടുണ്ടാവുക. അപ്പോൾ അത്ര തന്നെയാണ് സംഭവം. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് മയോണൈസിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കിയാൽ മതി. അണ്ടിപ്പരിപ്പ് വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മളെ വെള്ളമില്ലേ അത് വെച്ചിട്ടും എല്ലാം നമ്മൾ മയോണൈസ് റെഡിയാക്കലുണ്ട്. ഞാനിപ്പോൾ മുട്ട വെച്ചിട്ടുണ്ടാക്കുന്ന മയോണൈസ് നിർത്തീന്, അത് ഉണ്ടാക്കലേ ഇല്ല. അതിങ്ങനെ കൂടുതൽ സമയം വെക്കാൻ പാടില്ല എന്നല്ല പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാൽ വെച്ചിട്ടാണ് അധികം ഉണ്ടാക്കൽ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ സാധാരണ മുട്ട വെച്ചിട്ടുണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു മന്തിനെ നമ്മൾ സെർവ് ചെയ്യുന്ന രീതിയും കൂടി ഞാൻ പറഞ്ഞുതരാം. സാധാരണ നമ്മൾ മന്തി സെർവ് ചെയ്യുന്ന പോലെ വലിയൊരു പാത്രത്തിലേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് മേലെ ചിക്കൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായ മയോണൈസില്ലേ അതിങ്ങനെ ഓരോ സ്പൂണിൽ ഇങ്ങനെ കോരി വെച്ച് കൊടുത്താൽ മതി. ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇത്ര തന്നെയാണ് ഇന്നത്തെ നമ്മളെ മന്തിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കാക്കാൻ മറക്കണ്ട. അതുപോലെ സബ്സ്ക്രൈബ് ആക്കാതൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ടാക്കിയത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ. താങ്ക് യു.